ഹലോ ഫ്രണ്ട്സ്, പൈത്തൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് പൈ ചാർട്ടിനെ പറ്റിയാണ്. പൈ ചാർട്ട് എന്ന് പറഞ്ഞാൽ സർക്കുലർ ഷേപ്പിലുള്ള ഒരു ചാർട്ടാണ്. നമ്മൾ നേരെ പ്രോഗ്രാമിലോട്ട് എടുക്കാം. നമ്മൾ ആദ്യം ചെയ്യുന്നത് ഇന്ത്യയിലെ പ്രധാനപ്പെട്ട കാർ കമ്പനികളുടെ ഷെയർ അതിനെ റെപ്രസെൻ്റ് ചെയ്താണ് നമ്മൾ ഇന്നത്തെ പൈ ചാർട്ട് വരയ്ക്കാൻ പോകുന്നത്. അതിനായിട്ട് ആദ്യം ഇമ്പോർട്ട് പറയുക. ഇമ്പോർട്ട് മാറ്റ്പ്ലോട്ട്ലിബ് എന്ന് പറയുന്ന ലൈബ്രറി ഇമ്പോർട്ട് ചെയ്യുക. അതിനകത്ത് py പ്ലോട്ട് എന്ന് പറഞ്ഞൊരു ക്ലാസ് ഉണ്ട്. അതിന് നമ്മൾ കോൾ ചെയ്യുക ആസ് PPLT. അപ്പോൾ PPLT ആയിട്ട് നമുക്ക് py പ്ലോട്ട് കിട്ടും. ഇനി എന്ത് ചെയ്യണം? നമുക്ക് ഡാറ്റ വേണം. അതിനായിട്ട് നമ്മൾ ആദ്യം കമ്പനി നെയിംസ് എന്ന് പറയണം. കമ്പനി നെയിംസ് എന്ന് പറയുന്നത് ക്രിയേറ്റ് ചെയ്യുക. ഏതൊക്കെ കമ്പനികളാണ് എന്നുള്ളത് നമ്മളിവിടെ സുസുക്കി, രണ്ടാമത്തെ ഹുണ്ടയാണ്, മൂന്നാമത് ടാറ്റ, നാലാമത് മഹീന്ദ്ര, അഞ്ചാമത് ടൊയോട്ട. 5 കമ്പനികളാണ് ഞാൻ പറയാൻ പോകുന്നത്. ഇനി നമുക്ക് ഈ കമ്പനികളുടെ ഷെയർ പറയാം. നമുക്കതിന് കമ്പനി _ ഷെയർ എന്ന് പറയാം. ഇവിടെ നമ്മൾ ഒരു ന്യൂമറിക് ലിസ്റ്റാണ് ക്രിയേറ്റ് ചെയ്യുന്നത്. മറ്റേത് ഒരു ലിസ്റ്റ് സ്ട്രിങ്ങിൻ്റെ ആയിരുന്നെങ്കിൽ ഇത് കമ്പനിയുടെ അതിനുള്ള വാല്യൂ ആണ്. നമ്മൾ ആദ്യം 40 സുസുക്കി കൊടുക്കുന്നു, 20 ഹുണ്ടായിക്ക് കൊടുക്കുന്നു, ടാറ്റയ്ക്ക് 16 കൊടുക്കുന്നു, മഹീന്ദ്രയ്ക്ക് 14 കൊടുക്കുന്നു, ടൊയോട്ടയ്ക്ക് 10 കൊടുക്കുന്നു. ഇപ്പോൾ ടോട്ടൽ ഇത് കൂട്ടുമ്പോൾ 100 വരണം. അതാണ് കാര്യം. നമുക്ക് നോക്കാം. 40, 20, 60, 70, 80, 90, 100. ഓക്കെ, 100 ആണ്. ഇനി നമ്മൾ എന്ത് ചെയ്യുക? പൈ ചാർട്ട് കോൾ ചെയ്യുക. ഇവിടെ നമ്മൾ PPLT എന്നുള്ള ഒബ്ജക്റ്റിനകത്താണ് പൈ ചാർട്ട്. ഇവിടുന്ന് പൈ എന്ന് പറയുക. ഇവിടെ 2 കാര്യങ്ങൾ കൊടുക്കുന്നുണ്ട്. ഒന്ന് നമ്മൾ കമ്പനി ഷെയർ പറയുക. അതിനകത്താണ് നമ്മുടെ ഡേറ്റ ഇരിക്കുന്നത്. ഇനി ലേബലാണ് അടുത്ത് പറയേണ്ടത്. ഇവിടെ ലേബൽ ഈക്വൽസ് നമ്മൾ കമ്പനി നെയിംസ് എന്ന് കൊടുക്കുക. അപ്പം ഇത് രണ്ടും കഴിഞ്ഞു. ഇനി PPLT.show എന്ന് പറഞ്ഞാൽ മതി. നമ്മുടെ പൈ ചാർട്ട് റെഡിയാണ്. നമുക്കൊന്ന് സേവ് ചെയ്ത് റൺ ചെയ്ത് നോക്കാം. സോ ഇപ്പം നിങ്ങൾക്ക് കാണാം, വളരെ മനോഹരമായിട്ട് പൈ ചാർട്ട് വന്നിട്ടുണ്ട്. ഇതിൽ സുസുക്കി 40%, ഹുണ്ടായി 20%, ടാറ്റ 16%, അതുപോലെ തന്നെ മഹീന്ദ്ര 14% ആൻഡ് ടൊയോട്ട 10%. സോ ഇങ്ങനെയൊക്കെയുള്ള ഇതിനെയാണ് നമ്മൾ പൈ ചാർട്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള ചാർട്ട് നമുക്ക് പൈത്തണിനകത്ത് വളരെ എളുപ്പം നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ട വീഡിയോ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.